നിന്റെ വീട് മൊത്തം ഇരുട്ടാണല്ലോടാ. അത് നീ ആ കൂളിംഗ് ഗ്ലാസ് ഊരി വെച്ച് നടക്ക്. ഇത് മോളി ചേച്ചിയാണല്ല. ഹലോ, മതി നിർത്തതേ, പാല് കുടിച്ചിട്ട് മതി ഇനി. സൂരജ്, ഞാൻ പോലും ഇതിൽ 6 മണി കഴിഞ്ഞേ ഓടാറുള്ളൂ. ഓക്കെ, പക്ഷെ എനിക്ക് ഇപ്പോഴും അതൊന്നും ഓടാനുള്ള മൂടുള്ളൂ. നീ എന്താണ് ഇത്ര നേരം വൈകിയത്? നിനക്ക് വീട്ടില് വേറെ പണിയൊന്നുമില്ല. തിന്നുക, ജിമ്മില് പോവുക, എന്താണിത്? അത് പോട്ടെ, ഇന്ന് നമുക്ക് വൈകിട്ട് പെന്നിഹിലും പബ്ബി പോയി 2 വിടാം. ഞാൻ ഷൈനിയുടെ കുറച്ച് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ നിന്റെ കല്യാണാലോചനയൊക്കെ എന്തോരായി? കല്യാണാലോചനയെ കുറിച്ച് എന്ത് പറയാനാണ്? അയർലൻഡിലൊന്ന് പെണ്ണ് കെട്ടാന്നല്ലേ വിചാരിച്ചത്. എന്നിട്ട് എന്നാ പറയാനാണ്? അയർലൻഡിൽ നിന്ന് പെണ്ണ് കെട്ടാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കല്യാണം കഴിച്ച് നടന്നേ 2, 3, 4 പിള്ളേരൊക്കെയാണ്. അതെങ്ങനെയാണ്? ഗവൺമെന്റ് കാശ് വാരിക്കോരിയല്ല കൊടുക്കുന്ന പിള്ളേർക്ക്. എന്ത് ചെയ്യാനാണ്? അപ്പൊ എന്താ നിന്റെ അടുത്ത പരിപാടി? എന്ത് പറയാനാണ്? ഈ പഠിക്കുന്ന പിള്ളേരെ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിക്കണമെങ്കിലേ നേഴ്സിനെ കെട്ടണം, എന്നാലും മാന്യമായിട്ടോട് ജീവിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നീ അങ്ങോട്ട് രക്ഷപ്പെട്ട്. സൂരജ്, നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. അത് പിന്നെ എന്തായാലും നീ കാര്യം പറ, എന്നോടല്ലേ, നീ പറയേ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരിക്കണതാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും ഞാൻ നിന്നോട് സൂചിപ്പിച്ചായിരുന്നു. എന്ത്, നീ കാര്യം പറ. എന്തായാലും എന്തെങ്കിലും വളച്ചിരിക്കണേ. അത് പിന്നെ നിന്റെ ആ കൂടെ താമസിക്കുന്ന മോളിക്കുട്ടി ഉണ്ടല്ല, പുള്ളിക്കാരത്തിയുടെ കാര്യം തന്നെയാണ്. പുള്ളിക്കാരത്തി ആള് ശരിയല്ല കേട്ടാ. പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു ഭയങ്കര കുശുംബിയാണെന്നാണ്. എടാ, നിന്റെ ഭാര്യനെ കൊണ്ടാണ് മൊത്തം പണി ചെയ്യിപ്പിക്കണത് അല്ലേ? നിനക്ക് തോന്നിയിട്ടില്ലേ? നീ പറഞ്ഞത് ശരിയാണ്. നീ അന്ന് പറഞ്ഞ പിന്നെ ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. അവളാള് ശരിയല്ല. എടാ, പിന്നെ ആ മറ്റേ ചേട്ടനും ശരിയല്ല കേട്ടാ. ആ ചേട്ടനും കുറച്ച് പ്രശ്നക്കാരനാണ്. ആ ചേട്ടന്റെ പല നേരത്തിലുള്ള നോട്ടങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകണുണ്ട്. നീയൊക്കെ സൂക്ഷിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളും കാശ് കൊടുത്തല്ലേ നിങ്ങൾ താമസിക്കുന്നത്, അല്ലാതെ അടിമകളൊന്നും അല്ലല്ല. നിങ്ങൾ തിരിച്ചൊന്നും പറയുന്നില്ലല്ല, അത് തന്നെ അവര് ലാക്കാക്കി കാണുന്നത്. പിന്നെ സൂര്യന് 50 യൂറോ ഉണ്ടാ. എന്നാലും നീ പറഞ്ഞത് കാര്യടാ. അപ്പൊ സൂരജ്, എന്നാ ഞാനങ്ങോട്ട്. ശരി. എടാ, പിന്നെ ഇന്ന് വൈകിട്ടത്തെ പെന്നിഹിലിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഷൈനിക്ക് ഇന്ന് നൈറ്റാ. ആണോ? ഇന്ന് നമുക്ക് പെന്നിഹിലിൽ നിന്ന് വീട്ടിലൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്റെ ഫ്രിഡ്ജിൽ കുറച്ച് ബിയറുണ്ട്. ഞാനെപ്പോഴേ റെഡിയാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് തുണിയൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. എന്നാ ഓക്കെ, വൈകിട്ട് കാണാം. നീ വിളിച്ചാ മതി. ഓക്കെ എന്നാ. ഞാൻ കൊണ്ടുവരാടാ. എന്റെ ഫ്രിഡ്ജ് നിറച്ച സാധനം, നീ പേടിക്കണ്ട. എടാ, ഇനി എന്റെ കയ്യില് ഹൈനീക്കനുള്ളേ. ബ്രാൻഡ് മാറിയാ നിനക്ക് വാള് വരുമോ? നീ ഇങ്ങോട്ട് കൊണ്ടുവരാ. കമ്പനി സാറിനെ പിടിച്ച് ഞങ്ങളെ
അടി. ഓ എന്തത്? സൂക്ഷിച്ച്. അറിയാലോ എവിടെയാണ്? ആ വാല് അതല്ല മറ്റേത്. കുഴപ്പമില്ല. എനിക്കിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, ബ്രാൻഡ് മാറിയ പോക്കാം. ഇതൊക്കെ നല്ലൊരു കപ്പാസിറ്റിയാ. അടങ്ങ്. എഴുന്നേറ്റേ വാ. സൂരജ് നിന്റെ കൂട്ടുകാരനെ കൂടി ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്തിട്ടാ എന്തൊരു പരിപാടി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് ഞാൻ പാത്രം കഴുകി വെക്കണം, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പൊക്കെ വൃത്തിയാക്കണമെന്നൊക്കെ. ചായക്കപ്പ് വരെ ഇവിടെ ഇരിക്കുക. ദേഷ്യം വന്നിട്ട് എനിക്ക് വയ്യാതെ വന്നിരിക്കുമ്പോഴാ മനുഷ്യൻ. 10 മണിയായോ? ഞങ്ങൾ ഉറങ്ങിപ്പോയി. ചക്കരെ ഒരു ചായ എടുത്ത മോളെ. ആ ചായ വന്നേക്കും. അശോക് പറഞ്ഞേ പിന്നെ ഞാൻ മോളിനെ ശ്രദ്ധിച്ചേ. ഒരു മര്യാദ ഇല്ലാത്ത സാധനം. ഇതാ ചായ. കാശിന്റെ അഹങ്കാരം അല്ലാതെ എന്താ? നമുക്ക് മേടിക്കാടി ഒരു വീട്. നീ പോ. അവളെ തേപ്പ് കാണാനോ? 2.5 മണിക്കൂർ അവിടെ തേക്കാൻ തുടങ്ങിയിട്ട് അവള് 300 രൂപ ലാഭിക്കാൻ പോയി. നിങ്ങൾ ഈ മാസം 400 രൂപയുടെ ബില്ല് കിട്ടും. എങ്ങോട്ട് മാറുന്നു? പോയത് ഷൈനി 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 ഇവിടെ വെച്ചിരുന്ന കോഴിക്കറി കേട്ടോ ഷൈനി. ഓ അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്നാലും അശോക് വന്നപ്പോ ഞാൻ എടുത്തു. ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നു. ഞാൻ ഉണ്ടാക്കി വെക്കുന്ന കറിയും ചോറും അല്ലെ എത്ര പെട്ടെന്ന് തീർന്നു പോണെന്ന് അറിയാമോ? നിന്റെ കെട്ടിയോ വന്നേ പിന്നെ ചേച്ചി എന്റെ കെട്ടിയോനെ പറ്റി വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം പറയുന്നതിനാണ് കുഴപ്പം, ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലേ? മടുത്ത് തലവേദന എടുത്തിട്ട് വരാ. ഓ നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ മനുഷ്യ. അന്നേ ഞാൻ പറഞ്ഞത് ഈ പരിപാടി ശരിയാവൂല എന്ന്. നശിച്ച സൂരജ് വന്നപ്പോ തുടങ്ങിയതാ ഈ പ്രശ്നങ്ങൾ മുഴുവനും. അവന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ഒരു ഞവണിഞ്ഞാമോന്തൻ, ഒരു കമ്മലൂട്ട്. അവന്റെ മോന്ത കണ്ട അന്നെ ദിവസം പോക്കാം. അവൻ വന്നേ പിന്നെ ഈ പ്രശ്നങ്ങൾ മുഴുവനും തുടങ്ങിയത്. എന്റെ നീ
കിടന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. നാളെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാം. ഇതെങ്ങനെ ഇത് നീക്കണേ? ഓഹോ, ഇതോട് പിടിച്ചോടത്ത് നിക്കണില്ലല്ലോ. ഇങ്ങോട്ട് നിക്ക്. ഇതെന്താ പറ്റിയേ? അയ്യോ മോളെ, നീ കരയാണോ? എന്ത് പറ്റിയേ? നീ കാര്യം പറ. അത് പിന്നെ സൂരജ് ഇന്ന് എടാ നീ അത് ചോദിക്കണം കേട്ടാ. ഇന്ന് ഉറപ്പായിട്ട് ഇന്ന് അത് ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ. നീ ധൈര്യമായിട്ട് ചോദിക്കണം. ഞാനില്ലടാ നിന്റെ നീ നിക്കണം. ഇന്ന് അവളെ നമുക്ക് ഇന്ന് അവളെ എന്നൊരു എടാ നീ ഇങ്ങോട്ട് നോക്കി അവളവിടെ ഉണ്ട് കേട്ടാ. നീ പോയി ചോദിക്കടാ. ഇന്ന് ചോദിക്കല്ലേ? അവളോട് ചോദിച്ചിട്ടുള്ളൂ ഞാൻ. എടാ അങ്ങട്ടല്ല ഇങ്ങോട്ട് പോകാന്. ചോദിക്കട്ടെ? ഞാനിവിടെ ഇരിക്കാൻ കേട്ടാ. മോളെ നിങ്ങളൊന്നും നോക്കിയേ. എനിക്കൊരു കാര്യം അറിയാണ്ട്. ഇന്നലെ എന്റെ പാവ ഷൈനിയോട് എന്തേ ചൂടായേ? അതെന്താന്ന് സൂര്യന് നന്നായിട്ട് അറിയാലോ. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒന്നും എടുത്തിട്ടുമില്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടുമില്ല. അന്ന് അന്യഗ്രഹത്തിൽ നിന്ന് വല്ല ജീവികൾ വന്നെടുത്ത് വന്നിട്ട് പോയതായിരിക്കും. ഇതെന്താ ഒരു ജയിലോ? ഞങ്ങൾക്ക് എന്താ ഇവിടെ യാതൊരു സ്വാതന്ത്ര്യമില്ലേ? ഇവിടെ കുളിക്കണമെങ്കിൽ അനുവാദം വേണം. അതിന് സമയം നാളും നോക്കണം. തുണി തയ്ക്കാൻ പാടില്ല, എക്സസൈസ് ചെയ്യാൻ പാടില്ല, TV കാണാൻ പാടില്ല. ഇനി അപ്പി ഇറങ്ങി വരാൻ ടൈം എടുത്തിട്ട് വെക്കണം. ഇതൊന്നും ഞങ്ങൾ സൂരജ് നിർത്തിക്കേ. സൂരജ് ഓക്കെ പോയി കിടന്നുറങ്ങി. എനിക്ക് ഇപ്പൊ അറിയണം. നാളെ കഴിക്കാൻ പറ്റില്ല. പറ്റിയ സമയമല്ല. സൂരജ് പോ. ഇനി മേലിൽ ആവർത്തിച്ച സൂരജ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആണുങ്ങളോടുണ്ട്, എന്നോട് പറയണം, അല്ലാതെ പെണ്ണുങ്ങളോട് ചൂടാവുകയല്ല. ഇത് നല്ല കൂത്ത്. ഇതെന്താ മനുഷ്യനോട് വായോ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അല്ല വിരിപ്പേട്ട അവനും പറയുന്നതിലെ കാര്യമില്ലേ? പിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചേ? ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ നിന്റെ പണി നോക്കാം. അതെ, അവൻ എന്റെ ഫ്രണ്ടാ. ഞാൻ വിളിച്ചിട്ട് വന്നേക്കുന്നു. അവൻ ഫ്രണ്ടൊക്കെ പുറത്ത്, അല്ലാതെ ഇവിടെ ഈ കളികളൊന്നും നടക്കില്ല. ആ ചെപ്രാങ്കോട്ടക്കാരൻ ആദ്യം ഇറക്കണം. കുരിശുകൊണ്ട് കുടുംബം കളിക്കാൻ ആദ്യം ഇതിനിടക്കി നിർത്താൻ നോക്ക്. Mind your words. സൂരജ വേണ്ട. സൂരജിന് നാളാവില്ലേ കൾച്ചറില്ലാത്തവരോട് സംസാരിക്കണേ? നിനക്ക് നിന്റെ കെട്ടിനോട് കൾച്ചറില്ലാത്തത്. ഈ പരിപാടി നേരത്തെ തോന്നേണ്ടതായിരുന്നു. പിന്നെ ശരിയായിട്ടുണ്ട്. നീ വാടാ. മതി എടുത്തോ.